ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 ആണ് വണ്ടി. നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റം, വാട്ടർ സർവീസ് ചെയ്യാം. അത്രയാണ് മെയിനായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററാണ്. 10,002 അതാണ് കിലോമീറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. അങ്ങനെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നണില്ല. ഫ്രണ്ട് കോൺസെപ്റ്റിൻ്റെ കേസ് അടിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് റെഗുലർ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിടാനുണ്ട്. വേറെ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണിത്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും പുതിയ ടയർ വലിയ പഴക്കമായിട്ടില്ല. ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലൊക്കെ നല്ല ഓയിലാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ. തീരെ മോശാവസ്ഥയിലൊന്നും ആയിട്ടില്ല. ശരിക്കും 10,000 കിലോമീറ്ററൊക്കെയാണ് എൻ്റെ ലൈഫ്. 10,000 തുടങ്ങി 12,000 കിലോമീറ്റർ വരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിലവിൽ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. കമ്പനി ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചതാണ്. വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പറയത്തക്ക പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റായാലും കമ്പനി ബെൽറ്റ് കിടക്കണേ, പുതിയ ബെൽറ്റ് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഈ സൈഡ് സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഓടണേന് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്ത സർവീസിലും നെക്സ്റ്റ് സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ സർവീസ് നമുക്ക് മാറ്റിക്കളയാം. പിന്നെ ബെൽറ്റിൻ്റെ കേസ് അങ്ങനെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്, നമുക്ക് പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ. ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.70. അപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണത് കൊണ്ടാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് റെഗുലർ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ. വേറെ കംപ്ലയിൻസൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.